കൺസൾട്ടേഷന് വരുന്ന ചിലരെങ്കിലും തമാശയായിട്ട് പറയാറുണ്ട്, ഇതൊരു ഞാറ് നടുന്ന പോലത്തെ ഒരു പ്രോസസ് അല്ലേ, എന്നിട്ട് എന്താ ഇത്രയും ടൈം എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാറ് നടുന്നെന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സാണ്. അതിനും ഒരു ആർട്ടിസ്റ്റിക് അപ്രോച്ച് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് ഉള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്തുകൊണ്ടാണ് ഒരു ലെങ്തി പ്രൊസീജിയർ ആയിട്ട് മാറുന്നത്? അപ്പോൾ അതിൽ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടും 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒന്നാമതായിട്ട് ആംഗിൾ. ഹെയറിന്റെ ഡയറക്ഷൻ ഓരോ ഏരിയയിലും, അതായത് ഫ്രണ്ടിൽ നിന്ന് പുറകിലേക്ക് വരുന്തോറും 10 ഡിഗ്രി, 15 ഡിഗ്രി, 20 ഡിഗ്രി ഇങ്ങനെ വേരി ചെയ്ത് വരും. രണ്ടാമതായിട്ട് ഹെയറിന്റെ ഡയറക്ഷൻ, അതായത് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ചില ഹെയർസ് ഫ്രണ്ടിലേക്കായിരിക്കും, ചില ഹെയർസ് റൈറ്റിലായിരിക്കും, ചില ഹെയർസ് ലെഫ്റ്റിലായിരിക്കും. വെർട്ടെക്സിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം, ആ ഒരു ഏരിയയിൽ ഒരു വേളിംഗ് പാറ്റേണിലായിരിക്കും ഹെയറിന്റെ ഡയറക്ഷൻ, അതായത് പല പല ഡയറക്ഷനിലേക്ക്. മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡെപ്ത്, അതായത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഓരോ ഹെയർസിനും ഓരോ ലെങ്ത് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് 3 to 5 മില്ലിമീറ്റർ ഡെപ്തിലായിരിക്കും ഓരോ ഹെയർസും ഇംപ്ലാന്റ് ചെയ്യുന്നത്. നാലാമതായിട്ട് ഡെൻസിറ്റി, ഒരു സ്ക്വയർ സെന്റിമീറ്ററിൽ എത്ര ഗ്രാഫ്റ്റ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടി വരും. ഇത്രയും കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചാണ് നമ്മളൊരു ട്രാൻസ്പ്ലാന്റ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊസീജിയർ ഇത്രയും ഒരു ലെങ്തി പ്രൊസീജിയർ ആകുന്നത്.